ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം 70-ാം ദശകം. സുദർശന ശാപമോക്ഷാദി വർണ്ണനം. ഇതി ത്വയിരസാകുലം രമിതവല്ലഭേ വല്ലവാ കഥാപി പുരമംബികാ കമിതുരംബികാ കാനനെ സമേത്യ ഭവതാ സമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീത് വ്രജപമുഗ്രനാഗസ്തദാ സമുന്മുഖമഥോൽമുഖൈരഭിഹതേപി തസ്മിൻ ബലാത് അമുഞ്ചതി ഭവത്പദേ ന്യപതി പാഹി പാഹീതി തൈ തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യപസ്പർശതം ബഭൗ സ ച നിജാന്തനും സമുപസാദ്യ വൈദ്യാധരീം സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിതുപാഹസം ത ഇഹ മാം യഥുർവാഹസം ഭവത്പദസമർപ്പണാദമലതാം ഗതോസ്മീത്യസൗ സ്തുവന്നിജപദം യയൗ വ്രജപദം ച ഗോപാമുദാ കദാപി ഖലു സീരിണാ വിഹരതി ത്വയി സ്ത്രീജനൈർജഹാരധനദാനുഗ സകില ശംഖചൂഡോ ബലാ അതിദ്രുതമനുദ്രുതസ്തമധമുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ ച തസ്യാ ദദാ ദിനേഷു ച സുഹൃജ്ജനൈ സഹ വനേഷു ലീലാപരം മനോഭവമനോഹരം രസിതവേണുനാദാമൃതം ഭവന്തമമരീദൃശാമൃതപാരണാദായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാ ഭോജരാജഭൃതകസ്ത്വഥ കശ്ചിത് കഷ്ടദുഷ്ടപഥദൃഷ്ടിരരിഷ്ട നിഷ്ഠുരാകൃതിരപഷ്ടുനിനാദ സ്ഥിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപീ ശാക്വരോധ ജഗദീധൃതിഹാരി മൂർത്തിമേഷ ബൃഹദീം പ്രദധാന പങ്ക്തിമാശു പരിഘൂർണ്യ പശൂനാം ഛന്ദസാം നിധിമവാപഭവന്തം തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹയ്യ രഭസാദഭിയം തം ഭദ്രരൂപമഭിദൈത്യമഭദ്രം മർദയന്നമദയസുരലോകം ചിത്രമദ്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യാം വർദ്ധതേ ച വൃഷചേതസി ഭൂയാൻ മോദ ഇത്യഭിനുതോസി സുരൈസ്ത്വം ഔക്ഷകാണി പരിധാവദൂരം വീക്ഷ്യതാമയമിഹോക്ഷവിഭേദി ഇത്തമാതഹസിതൈ സഹ ഗോപൈർഗേഹഗസ്ത്വമവ പാദപുരേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ സമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം വരം ബ്രഹ്മ വാസതാം പുരതോ മമ. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 70. സുദർശന ശാപമോക്ഷം ശംഖചൂഡവധം അരിഷ്ടവധം. ഇതി ത്വയിരസാകുലം രമിതവല്ലഭേ വല്ലവാ കദാപി പൂരമംബികാഗമിദുരംബികാ കാനനെ
സമേത്യ ഭവതാ സമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസേത് പ്രജപമുഗ്രനാഗസ്തഥാ. അങ്ങ് പ്രിയതമമാരെ ഇപ്രകാരം രസമാകും വണ്ണം രമിപ്പിച്ചുകൊണ്ട് വാഴുന്ന കാലത്ത് ഒരു ദിവസം നന്ദഗോപ പ്രഭൃതികളായ ഗോപന്മാർ അങ്ങയോടുകൂടി അംബികാവനത്തിലുള്ള ശിവക്ഷേത്രത്തിൽ പോയി മഹേശ്വരനെ പൂജിച്ചു. അനന്തരം അവിടെ നടക്കുന്ന മഹോത്സവത്തിൽ പങ്കെടുത്ത് അവിടെ തന്നെ കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ ഭയങ്കരനായ ഒരു പെരുമ്പാമ്പ് നന്ദഗോപരെ വിഴുങ്ങുവാൻ തുടങ്ങി. ആ പെരുമ്പാമ്പിനെ എരിയുന്ന വിറക കഷണം കൊണ്ട് കുത്തുകയും അടിക്കുകയും ചെയ്തിട്ട് അത് നന്ദഗോപരെ വിടാതെയിരുന്നപ്പോൾ ഗോപന്മാർ അല്ലയോ നാഥ, രക്ഷിച്ചാലും രക്ഷിച്ചാലും എന്ന് നിന്തിരുവടിയെ ശരണം പ്രാപിച്ചു. അല്ലയോ സുദർശന ചക്രധാരിയായി പ്രഭുവായി ഉള്ളവനെ, ഞാൻ സുദർശനൻ എന്നു പേരുള്ളവനാകുന്നു. ഒരിക്കൽ ഞാൻ അങ്കിരസാദിയായ മഹർഷിമാരുടെ വൈരൂപ്യത്തെ പരിഹസിച്ചു. അവർ സൗന്ദര്യമത്തനായിരുന്ന എന്നെ കുരൂപിയായ ഒരു പെരുമ്പാമ്പാക്കി വൃന്ദാവനത്തിൽ വാഴുവാൻ ശപിച്ചു. അങ്ങനെ ഞാനിവിടെ ഒരു പെരുമ്പാമ്പായി ഇത്ര നാളും കഴിഞ്ഞുകൂടി. ഇന്ന് ഭഗവത്പാദ സ്പർശത്താൽ പാപമകന്നു, ഞാൻ പാപമുക്തനായി എന്നിങ്ങനെ പറഞ്ഞ് അങ്ങയെ സ്തുതിച്ച ശേഷം ആ വിദ്യാധര ലോകത്തേക്ക് പോയി. അപ്പോൾ നന്ദഗോപാദികൾ അമ്പാടിയിലേക്കും തിരികെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ബലഭദ്രനോടും ഗോപികകളോടും കൂടി കൃഷ്ണമൂർത്തിയായ ഭവാൻ വിഹരിച്ചു കൊണ്ടിരിക്കെ വൈശ്രവണഭൃത്യനായ ശംഖചൂഡൻ ഗോപസ്ത്രീകളെയെല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ എത്രയും വേഗം നിന്തിരുവടി അവനെ പിന്തുടർന്ന് അവനെ നിഗ്രഹിച്ച് ഗോപികമാരെ മോചിപ്പിച്ചു. അവൻ്റെ ശിരോരത്നം തൻ്റെ സഹോദരന് സമ്മാനിക്കുകയും ചെയ്തു. പകൽ മുഴുവൻ സുഹൃത്തുക്കളായ ഗോപബാലകരോടുകൂടി വൃന്ദാവനത്തിൽ കളിച്ചു നടക്കുന്ന കാമദേവമോഹനനും പുല്ലാങ്കുഴലിലൂടെ സ്വരരാഗസുധ ഒഴുക്കുന്നവനും സ്വർഗസുന്ദരികളുടെ കണ്ണിന് അമൃതപാനാനുഭവം നൽകുന്നവനുമായ അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് വിരഹത്താൽ സന്തപിക്കുന്ന ഗോപികമാർ എന്തെല്ലാം പറഞ്ഞു കരഞ്ഞുവെന്നോ. അനന്തരം കംസഭൃത്യനായ അരിഷ്ടൻ എന്ന അസുരൻ ഹിംസരൂപമായ പരോപദ്രവത്തിൽ തൽപരനായി ക്രൂരരൂപിയായി ഘോരശബ്ദത്തോടുകൂടി കാളയുടേതുപോലെയുള്ള രൂപം കൈക്കൊണ്ട് അങ്ങേക്ക് കാണത്തക്ക പോലെ വന്നു നിന്നു. എന്നിട്ട് വൃഷഭരൂപിയായി ഭൂമിയുടെ സ്ഥൈര്യത്തെ കളഞ്ഞ് ലോകം വിറപ്പിക്കുന്നവനായി വളരെ വലിയ ശരീരത്തെ കൈക്കൊണ്ട് ഈ ദുഷ്ടകാള പശുസമൂഹങ്ങളെ ഓടിച്ചുകൊണ്ട് വേദങ്ങൾക്കു മുഴുവൻ ആധാരഭൂതനായിരിക്കുന്ന അങ്ങയുടെ നേരെ പാഞ്ഞെടുത്തു. ശാക്വരി, ജഗതി, ധൃതി, ബൃഹതി എന്നീ സ്വൽപ്പ ഛന്ദസ്സുകൾ മാത്രം വശമുള്ള അസുരൻ ഛന്ദസാം നിധിയായിരിക്കുന്ന ഭഗവാനെ എതിരിട്ടു എന്ന് മറ്റൊരു അർത്ഥം കൂടി കാണപ്പെടുന്നു. അല്പജ്ഞാനനായ അസുരൻ സർവജ്ഞാനനിധിയിൽ വിലയിക്കയല്ലാതെ മറ്റു വഴിയില്ലല്ലോ. കൃഷ്ണമൂർത്തിയുടെ കയ്യാൽ അരിഷ്ടനു മരണം തീർച്ച തന്നെ. അല്ലയോ ഭഗവാനെ, വളരെ ഉയർന്ന കൊമ്പുകളോടുകൂടിയവനായി തലയും ഉയർത്തിപ്പിടിച്ച് അങ്ങയുടെ നേരെ വരുന്നവനും നിർഭയനും കാളയുടെ രൂപത്തെ ധരിച്ചിരിക്കുന്നവനും സ്വഭാവം കൊണ്ട് ദുഷ്ടനുമായിരിക്കുന്ന അരിഷ്ടാസുരനെ വേഗത്തിൽ പിടിച്ച് മർദ്ദിച്ചിട്ട് നിന്തിരുവടി അവനെ സ്വർഗത്തിലേക്ക് അയച്ചു. ഭഗവാനെ, നിന്തിരുവടി വൃക്ഷത്തെ
കൊന്നതുകൊണ്ട് ഭൂമിയിൽ വൃഷസ്ഥിതി നല്ല ഉറപ്പുള്ളതായി തീർന്നു. സ്വർഗത്തിലാകട്ടെ ദേവേന്ദ്രന്റെ മനസ്സിൽ വലിയ സന്തോഷവുമുണ്ടായി. എന്നിങ്ങനെ നിന്തിരുവടി ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായി. അക്ഷൗകാണി പരിധാവതദൂരം വീക്ഷ്യധാമയമിഹോക്ഷവിഭേദി ഇത്തമാത്തഹസിതൈ സഹ ഗോപേ ഗേഹഗസ്ത്വമവ വാദപുരേശ. വൃഷരൂപിയായ അരിഷ്ടാസുരനെ നിഗ്രഹിച്ചതിനു ശേഷം, അല്ലയോ വൃഷസമൂഹങ്ങളെ, നിങ്ങൾ വേഗം ഓടിക്കൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഈ കൃഷ്ണൻ വൃഷഘാതകനാകുന്നു എന്ന് കളിയാക്കി ചിരിക്കുന്ന ഇടയ ബാലകരോടുകൂടി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ നിന്തിരുവടി അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.